ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മറിയം അലൈഹിസ്സലാം അവർ വളരുന്നത് ഫലസ്തീനിലാണ്. അവരുടെ രക്ഷിതാക്കളുടെ നേർച്ചയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ഫലസ്തീനിൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ കീഴിൽ അവർ വളരുന്നു. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുകയാണ്. ഫഅർസൽനാ ഇലൈഹാ റൂഹന, അങ്ങനെ നാം അവരുടെ അരികിലേക്ക് ജിബ്രീലിനെ പറഞ്ഞയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ, മനുഷ്യരൂപത്തിലാണ് ജിബ്രീൽ പ്രത്യക്ഷപ്പെടുന്നത്. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കറാമത്തുള്ള, അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, സിദ്ദീഖ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മറിയമിന് പോലും കഴിയില്ല. വന്നിരിക്കുന്നത് മലക്കാണെന്നോ തൻ്റെ മുന്നിലുള്ളത് ജിബ്രീലാണെന്നോ അവരറിയുന്നില്ല. കാരണം മനുഷ്യരൂപത്തിലാണ് വന്നിട്ടുള്ളത്. മറഞ്ഞതറിയാൻ ഒരാൾക്കും കഴിയില്ല. ഖാലത്ത്, അവരുടെ മറുപടി, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ. അള്ളാഹുവിനെ ഉടനെ ഓർമ്മ വരികയാണ്. ഒരാണും പെണ്ണും ഒറ്റപ്പെട്ടപ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന ഒരു പുരുഷൻ, അയാളുടെ കൂടെ ഞാൻ ഒറ്റക്കാണല്ലോ എന്ന ഓർമ്മ വന്ന ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നു. അള്ളാഹുവിനോട് അഭയതേട്ടം നടത്തുന്നു. നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരാണെങ്കിൽ മാറിപ്പോകണം, ഇവിടെ നിന്ന് പോകണമെന്ന് അവരാവശ്യപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂക്ഷ്മതയുടെ ഒരു വലിയ പാഠം മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിലുണ്ട്. മനുഷ്യരൂപത്തിൽ വന്ന ഒരു പുരുഷൻ തൻ്റെ മുന്നിൽ വന്ന ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് ഓടിയെത്തുകയും അഭയതേട്ടം നടത്തുകയും അവിടെ നിന്ന് ആ മനുഷ്യനോട് മാറിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇന്ന് ഇടകലരുക എന്നുള്ളതൊരു തെറ്റേയല്ല. അത് തെറ്റാണെന്ന് പറയുന്നതാണ് സമൂഹത്തിന് തെറ്റ്. ആരെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവരെ കുഴപ്പക്കാരാക്കി, അവരെ പ്രശ്നക്കാരാക്കി. ആര്? മുസ്ലിം സമുദായം. കൈ കൊടുക്കുന്നത് തെറ്റല്ല, ആണും പെണ്ണും കൈ കൊടുക്കുന്നത് തെറ്റേ അല്ല. എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം താക്കീത് നൽകിയിട്ടുള്ളത്. കല്യാണ വീടുകളിൽ ഇടകലരുന്നതൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞവൻ കുടുംബത്തിനെതിരാകുന്നു, ആ പറഞ്ഞവൻ പ്രശ്നക്കാരനാകുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണല്ലോ. മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷം എങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം പെൺകുട്ടികൾ ആ ആഘോഷം എങ്ങനെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്? അങ്ങാടികളിൽ ഇറങ്ങി ഒന്നിച്ചു തുള്ളിച്ചാടുന്ന, ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗീതത്തിന്റെ ആരവങ്ങളോടുകൂടെ വഴിയോരങ്ങളിൽ തുള്ളിച്ചാടുന്ന ഈ കാഴ്ച കാണുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ അലൈസ മിൻകും റജുലുൻ റഷീദ്, ഈ സമുദായത്തിൽ ആളുകളില്ലേ? ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ്, ഇത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നറിയാത്തവരാണോ നമ്മൾ? പക്ഷെ പറയാൻ മറന്നുപോകുന്നു. സമൂഹത്തിൽ എല്ലാവരും ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമല്ല എന്ന രൂപത്തിലേക്ക് മാറുന്നു. ഇത് വളരെ ഗൗരവമാണ്. ഇത് തെറ്റാണെന്നു പറഞ്ഞേ തീരൂ. ആണും പെണ്ണും ഒന്നിച്ചുള്ള ഈ നൃത്തങ്ങൾ, ഈ ആഘോഷങ്ങൾ, ഈ ഘോഷയാത്രകൾ, ഈ തുള്ളിച്ചാടലുകൾ, ഇത് മതപരമായ തെറ്റാണ്. ഇൻ കുൻത വഹ്ദക് അലൽ ഹഖി ഫഅൻതൽ ജമാഅ. ആൾക്കൂട്ടത്തെ കണ്ട്, ഭൂരിപക്ഷത്തെ കണ്ട് നാട്ടിൽ എല്ലാ പാർട്ടികളും ചെയ്യുന്നു എന്നതുകൊണ്ട് ദീനാകില്ല.
മഹാനായ ഇബ്നു മസ്ഊദ് പറഞ്ഞു, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ്. സത്യത്തിന്റെ കൂടെയാണോ അതാണ് ജമാഅത്ത്. നിങ്ങൾ സത്യത്തിലാണോ, നിങ്ങൾ ദീനിലാണോ, നിങ്ങളെടുത്ത നിലപാട് അള്ളാഹുവിന്റെ റസൂലിന്റെ നിലപാടാണോ, സ്വഹാബത്തിന്റെ നിലപാടാണോ, നിങ്ങളാണ് ജമാഅത്ത്. വലൗ കുൻത വഹ്ദക്, നിങ്ങൾ ഒറ്റക്കാണെങ്കിലും. ഇത് പറയുമ്പോൾ കുടുംബത്തിൽ എതിർപ്പുണ്ടാകും, സമൂഹത്തിൽ എതിർപ്പുണ്ടാകും, നാട്ടിൽ എതിർപ്പുണ്ടാകും. നിങ്ങൾ ഒറ്റക്കാണെങ്കിലും അവിടെ നിങ്ങളാണ് അൽ ജമാഅ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത നമുക്ക് വേണം. അത് എവിടെയാണെങ്കിലും പരസ്പരം കൂടിക്കലരുന്നൊരു സംസ്കാരം അത് ഇസ്ലാമികമല്ല. മറിയം സൂക്ഷ്മത പുലർത്തുകയാണ്, അള്ളാഹുവിനെ ഓർമ്മ വരികയാണ്. കാരണം ആരാണ് റബ്ബ്? യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികൾക്കിടയിലുള്ളത് അവൻ അറിയും. എവിടെയാണെങ്കിലും, നമ്മുടേതല്ലാത്തൊരു നാട്ടിലാണെങ്കിലും, ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും അവൻ അറിയും. അവൻ അറിയാത്ത ഒരു കാര്യമില്ല. വയഅലമു മാ തുസിറൂൻ വമാ തുഅലിനൂൻ. രഹസ്യം അവൻ അറിയും, പരസ്യം അവൻ അറിയും. നമ്മൾ ഏത് ലോക്ക് വെച്ചാലും, നമ്മൾ എത്ര ഹൈഡ് ചെയ്താലും, നമ്മൾ ആരും അറിയില്ല എന്ന് കരുതിയാലും അതറിയുന്നവനാണ് റബ്ബ്. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ. ചെയ്യണ്ട, ചിന്തിച്ചാൽ ആ മനസ്സിന്റെ ചിന്തകൾ അവൻ അറിയും. ജിബ്രീൽ മറുപടി നൽകുകയാണ്, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലക ഗുലാമൻ സക്കിയ്യാ. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്, വഹ്യുമായി വന്നതാണ്. എന്താണ് ആ വഹ്യ്? നിങ്ങൾക്ക് പരിശുദ്ധനായ ഒരു ആൺകുഞ്ഞ് ജനിക്കാൻ പോകുന്നു, ഒരു ആൺകുട്ടി ഉണ്ടാകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. മറിയമിന്റെ മറുപടി, ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാം. എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും, എനിക്കെങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? വലം യംസസ്നി ബശർ വലം അകു ബഗിയ. ഇതുവരെ ഒരാണും എന്നെ സ്പർശിച്ചിട്ടില്ല, ഒരാളും ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടില്ല. ഞാനൊരു മോശപ്പെട്ട സ്ത്രീയുമല്ല. അതൊരു ക്വാളിറ്റിയാണ്. അത് പറയാൻ കഴിയുക എന്നുള്ളത്, വിവാഹത്തിന് മുമ്പ് ഒരാണിനു പറയാൻ കഴിയുക എന്നുള്ളത്, ഒരു പെണ്ണിനു പറയാൻ കഴിയുക എന്നുള്ളത് ക്വാളിറ്റിയാണ്. ഇന്ന് പലപ്പോഴും യാത്രകളിൽ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളുടെ രൂപം കാണുമ്പോൾ, അവർ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് കാണുമ്പോൾ നാണിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥകളുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ എല്ലാം ആകാമെന്നാണ്. അവർ യാത്ര പോകുന്നു ആരുടെ കൂടെ? കൂട്ടുകാരന്റെ കൂടെ. ബൈക്കിൽ വരുന്നു ആരുടെ കൂടെ? കൂട്ടുകാരന്റെ കൂടെ. കസിൻ എന്ന പേരിട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ബന്ധുക്കളായി എന്നാണ്. മഹ്റമുകളല്ലാത്തവർ അന്യരാണ്. അവരുടെ കൂടെയുള്ള യാത്ര അന്യരുടെ കൂടെയുള്ള യാത്രയാണ്. കുടുംബ സംഗമങ്ങൾ, കല്യാണങ്ങൾ, ആ ഇടങ്ങളിലെല്ലാം പലപ്പോഴും ഇത്തരം നിഷിദ്ധങ്ങൾ കടന്നു വരുന്നു എന്നത് വളരെ ഗൗരവമാണ്. മാത്രവുമല്ല, നമ്മുടെ ഒരു ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ പലപ്പോഴും കല്യാണം കഴിഞ്ഞവരിൽ പോലും മൊബൈലിൽ അന്യ സ്ത്രീയുമായി ഇപ്പോഴും ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. അന്യ പുരുഷനുമായി ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. ഭർത്താവ് പറഞ്ഞിട്ടുള്ള എന്റെ ഫോൺ തൊടാൻ പാടില്ല എന്നാണ്. ഭാര്യ തിരിച്ചും. ഭാര്യയുടെ മൊബൈലിന്റെ ലോക്ക് ഭർത്താവിനും അറിയില്ല, ഭർത്താവിൻ്റെത് ഭാര്യക്കും അറിയില്ല. രണ്ടും പരസ്പരം ഉപയോഗിക്കാനേ പാടില്ല, തൊടാനേ പാടില്ല. പ്രൈവസി. നമ്മുടെ മൊബൈൽ തുറക്കാൻ, നമ്മുടെ മൊബൈൽ പരിശോധിക്കാൻ, നമ്മുടെ വാട്സപ്പ് തുറന്നു നോക്കാൻ ഭാര്യയ്ക്ക് എന്ത് തടസ്സമാണുള്ളത്? അതിലെന്താണ് ഒരു പ്രശ്നമുള്ളത്? പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെ മരിച്ചോ അങ്ങനെയാണ് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുക.
എങ്ങനെയാണോ മരണം അങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. നമ്മുടെ മൊബൈലിൽ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ ഹറാമുകൾ ഉണ്ട് എങ്കിൽ ആ തോന്നിവാസങ്ങൾ പരസ്യമാകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ പേടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറിയം അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫിത്ന വരാൻ പോവാൻ, വലിയൊരു പരീക്ഷണം. ഖാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയ്യം മൻസിയാ. അവര് പറയാണ്, പടച്ചോനെ, ഞാൻ മരണപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല, മരണത്തെ കൊതിക്കാൻ പാടില്ല, മരണത്തെ ചോദിക്കാൻ പാടില്ല. വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി. പടച്ചോനെ, മരണമാണ് ഖൈറെങ്കിൽ മരണം തരണേ, ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതം തരണേ. നമുക്കറിയില്ല ഖൈറ ഏതാണ് എന്ന്. രോഗിയായി കിടക്കുമ്പോ മരണത്തെ ആഗ്രഹിക്കരുത്. ഒരു പക്ഷേ ആ രോഗം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നുണ്ടാകും. നമുക്കുള്ള ക്യാൻസർ, നമുക്കുള്ള വേദന, നമുക്കുള്ള ആ മുറിവുകൾ, കടിച്ചമർത്താൻ കഴിയാത്ത പ്രയാസം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് ഒരുപക്ഷെ ഈ ഭൂമിയിലൂടെ ഒരു പാപങ്ങളും ഇല്ലാത്തവനെ പോലെ നടക്കാൻ നമുക്ക് കഴിയും. നമുക്ക് തോന്നാണ് അത് നമുക്ക് പ്രയാസാണ്, മരണാണ് ഖൈറ്. പരലോകത്തെത്തുമ്പോഴാണ് ആ രോഗം, ആ വേദന എത്രമാത്രം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞു എന്ന് നമുക്കറിയാം. പിന്നെ മറിയം എന്തിനാണ് ഇത് ആഗ്രഹിച്ചത്? 2 കാരണങ്ങളാണ്. ഒന്ന്, ഇത് അവരുടെ ദീനിൽ ഫിത്നയാകുമോ എന്ന പേടി. ദീനിൽ ഫിത്നയാകുമോ എന്ന പേടി. ദീനിൽ ഫിത്നയാകുമോ, തന്റെ ദീനിനെ ബാധിക്കുമോ എന്ന് പേടിക്കുന്ന സമയത്ത് മരണത്തെ ആഗ്രഹിക്കാം. ഫിത്ന പേടിക്കേണ്ടത് സമ്പത്തിലും മക്കളിലുമല്ല, അത് വേണ്ടെന്നല്ല. പല ആളുകളും മനസ്സിലാക്കിയത് ഏറ്റവും വലിയ പരീക്ഷണം സമ്പത്ത്, മക്കളില്ല, അതാണ് ദുഃഖം. സമ്പത്തില്ല. സമ്പത്തിൽ പരീക്ഷണം വന്നാൽ ദുനിയാവിലാണ്, മക്കളിൽ പരീക്ഷണം വന്നാൽ ദുനിയാവിലാണ്, കച്ചവടത്തിൽ പരീക്ഷണം വന്നാൽ ദുനിയാവിലാണ്. ദീനിൽ ഫിത്ന വന്നാൽ, ആദർശത്തിൽ ഫിത്ന വന്നാൽ പരലോകം പോകും. അവനവന്റെ പരലോകം നഷ്ടപ്പെടും. ഏറ്റവും അധികം പേടിക്കേണ്ടത് ദീനിലുള്ള, ആദർശത്തിലുള്ള ഫിത്നയാണ്. ഹക്കിൽ നിന്ന് മാറിപ്പോകലാണ്. ചില ആളുകൾ പറയാണ്, പണ്ട് വളരെ സജീവാണ്, പണ്ട് ഉഷാറായിരുന്നു, ഇപ്പൊ ഒന്നിനുമില്ല എന്ന് പറഞ്ഞാൽ ആ ഫിത്നയിൽ ഞാൻ പോയി. ഒരു ഫിത്ന വന്നപ്പോ, ഒരു പരീക്ഷണം വന്നപ്പോ ആദർശത്തിൽ നിന്ന് ഞാൻ എങ്ങനെ മാറിപ്പോയി? പരലോകമാണ് നഷ്ടപ്പെടാം. ആദർശ രംഗത്ത് ഫിത്നകൾ ഉണ്ടാകും, ആദർശത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ ഫിത്നയിൽ ഉറച്ചു നിൽക്കാൻ, ഹക്ക് കണ്ടെത്താൻ, അതിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയണം. 2 മറിയം അലൈഹിസ്സലാം അത് പറയാനുള്ള കാരണം, ജനങ്ങളുടെ പരലോകം പോകും. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്കൊരു സന്താനമുണ്ടായി എന്ന് കേൾക്കുമ്പോ നാട്ടുകാർ ഗീബത്ത് പറയാൻ തുടങ്ങും. നാട്ടുകാർ അവരുടെ വക കുറച്ചതിൽ ചേർത്ത് നാട് നീളെ പ്രചരിപ്പിക്കാൻ തുടങ്ങും. നാവിനെ ശ്രദ്ധിക്കില്ല. വ്യഭിചാരോപണങ്ങൾ ഉണ്ടാകും, കുത്തിപ്പറയലുകൾ ഉണ്ടാകും. ആ മനുഷ്യരുടെ പരലോകം നഷ്ടപ്പെടും. പടച്ചോനെ, ഇങ്ങനൊരു സംഗതി ഉണ്ടായാൽ ഒരുപാട് മനുഷ്യരുടെ പരലോകത്തെ അത് ബാധിക്കല്ലോ. പലപ്പോഴും മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ്. ഒരാൾ ഗൾഫിൽ പോയി നന്നായി, അതിന് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഇന്ന പള്ളിയിൽ സജീവമായി നിൽക്കുന്ന ഒരാളുടെ മകൾ ഒളിച്ചോടിപ്പോയി, അത് കേൾക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ അതിന് വലിയ താല്പര്യമാണ്. ഒരാൾ നശിച്ചു എന്ന് കേൾക്കുമ്പോൾ, ഒരു കുടുംബത്തിനൊരു അപകടം ഉണ്ടായി എന്നറിയുമ്പോൾ, ഒരാൾ പ്രയാസപ്പെടുന്നു എന്നറിയുമ്പോൾ, ഒരു കല്യാണം നടന്ന് ആ കല്യാണത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നറിയുമ്പോൾ അത് കേൾക്കാനും, അത് പറയാനും, അത് പ്രചരിപ്പിക്കാനും പല ആളുകൾക്കും താല്പര്യമാണ്. നാവിലെ ഫിത്നയാണ്. സ്വഹാബത്ത് കണ്ടു നിൽക്കെ വ്യഭിചാരത്തിന്റെ പേരിൽ ശിക്ഷ നടപ്പിലാക്കിയ വനിതകളുണ്ട്. സ്വഹാബികളാണ്. തെറ്റു വന്നുപോയി. ആദം സന്തതികൾക്ക് തെറ്റ് സംഭവിക്കും.
പൂർണ്ണത എന്നുള്ളത്, കമാലിയത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ്. തെറ്റു വന്നാൽ തൗബ ചെയ്യണം. ഞാൻ പറയുന്ന വിഷയം അതല്ല. സ്വഹാബത്ത് ഒന്നടങ്കം നോക്കി നിൽക്കെ സ്വഹാബ വനിതകൾക്ക് ശിക്ഷ നടപ്പിലാക്കിയ എത്ര സംഭവങ്ങൾ ഹദീസിലുണ്ട്. അതിലേതെങ്കിലും ഒരു സ്വഹാബ വനിതയുടെ പേര് 14 തലമുറകൾക്കപ്പുറം ഇന്ന് നമുക്കറിയുമോ? ഏതാണ് ആ സ്വഹാബ വനിത? നമുക്കറിയോ? ഇല്ലല്ലോ. ജുവൈന ഗോത്രക്കാരി എന്നല്ലാതെ ആ സ്വഹാബ വനിതയുടെ പേര് അത് കണ്ടു നിന്ന ഏതെങ്കിലും ഒരു സ്വഹാബി അടുത്ത തലമുറയോട് പറഞ്ഞോ അവരുടെ പേര് ഇന്നതായിരുന്നു എന്ന്? ഒരാളെപ്പറ്റി മോശമായൊരു കാര്യം പ്രചരിപ്പിക്കാൻ നടന്ന സംഭവം, അത് പ്രചരിപ്പിക്കാൻ അവരിഷ്ടപ്പെട്ടില്ല. അവരവരുടെ നാവിനെ സൂക്ഷിച്ചു. അവരുടെ പരലോകത്തെ അവർ പേടിച്ചു. ആ ഒരു പേടി ആ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് മറിയം അലൈഹിസ്സലാം അവർ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, മരണമുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവരാഗ്രഹിക്കുകയാണ്. ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങേയറ്റം വിഷമത്തോടുകൂടെ പ്രയാസം സഹിച്ചുകൊണ്ട് ഒരു ഈന്തപ്പന മരത്തിലേക്ക് മറിയം ചാരിയിരിക്കുകയാണ്. അവശതയിലാണ് അവരുള്ളത്. ഒരുപാട് ആശങ്കകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് സമൂഹം അറിഞ്ഞാൽ സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ, ഉപ്പയുടെ നേരെയുള്ള ചോദ്യങ്ങൾ, ഉമ്മയെക്കുറിച്ചുള്ള അവരുടെ സംസാരങ്ങൾ, ആ മാതാപിതാക്കൾ ഒരു മകളെ വളർത്തിയത് ഇങ്ങനെയാണോ എന്ന സമൂഹത്തിന്റെ ചോദ്യം, ഇതെല്ലാം ആലോചിച്ചുകൊണ്ടവർ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്. തഫ്സീറുകളിൽ അത് ജിബ്രീലാണ് എന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. അല്ല, ആ കുഞ്ഞു തന്നെ സംസാരിച്ചു എന്ന് ചില തഫ്സീറുകളിൽ കാണാനും കഴിയും. അല്ലാ തഹ്സനി, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല മറിയം. ഖദ് ജഅല റബ്ബുകി തഹ്ത ഖിസരിയ, അല്ലാഹു ഇതാ നിങ്ങൾക്കായി ഒരു അരുവി ഒഴുക്കി തരുന്നുണ്ട്. ദാഹം മാറ്റുക, വെള്ളം കുടിക്കുക. അവശതയിലാണ് അവർ. അങ്ങേയറ്റത്തെ ക്ഷീണവും പ്രയാസവും അവർക്കുണ്ട്. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയ. മറിയം, ആ ഈന്തപ്പന മരം നീ ഒന്ന് പിടിച്ചു കുലുക്കുക, അത് നിനക്കായി ഈത്തപ്പഴം പൊഴിക്കുന്നതാണ്. നല്ല ആരോഗ്യമുള്ള ഒരു പെണ്ണ് ഒരു ഈന്തപ്പന മരം പിടിച്ചു കുലുക്കിയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിൽ നിന്നൊന്നും വീഴാനും പോകുന്നില്ല. നല്ല ആരോഗ്യമുള്ളൊരു പുരുഷൻ 2 പേര് പിടിച്ചു കുലുക്കിയാൽ അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയിരിക്കെ പ്രസവിച്ച, പ്രസവവേദന സഹിച്ച, പട്ടിണി കിടക്കുന്ന, പ്രയാസപ്പെടുന്ന, അവശയായ ഒരു പെണ്ണ്, ആ പെണ്ണിനോടാണ് പറയുന്നത് ഈത്തപ്പന മരം ഒന്ന് പിടിച്ചു കുലുക്ക്. അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക, ബാക്കി റബ്ബ് നോക്കും. മറിയം അത് പിടിച്ചു കുലുക്കി. ഈത്തപ്പഴം അവർക്കായി അള്ളാഹു പിടിച്ചു കൊടുത്തു. അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിന്റെ ഹിക്മത്ത് നോക്കേണ്ടതില്ല. അത് ചെയ്തിട്ട് കാര്യമുണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞു, നമ്മളത് ചെയ്യുക. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വടി കൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞു. കടൽ പിളർത്തുന്നത് റബ്ബാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ചെയ്യേണ്ടത് ആ വടി കൊണ്ട് കടലിനെ ഒന്ന് അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ അടിച്ചാൽ കടലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ റബ്ബ് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്താൽ റബ്ബ് ഇടപെടുന്ന രൂപം അത് അത്ഭുതമാണ്. മരം പിടിച്ചു കുലുക്ക് മറിയം.
മറിയം അത് ചെയ്തു. ഈത്തപ്പഴം അള്ളാഹു അവർക്ക് പൊടിച്ചു കൊടുത്തു. ജീവിതത്തിലെ മതപരമായ കൽപ്പനകൾ അങ്ങനെയാണ്, പ്രാർത്ഥനകൾ അങ്ങനെയാണ്. ചില പ്രാർത്ഥനകൾക്ക് അള്ളാഹ് റിസൾട്ട് പറഞ്ഞു. നമ്മൾ ചിന്തിക്കേണ്ട ഇത് പ്രാർത്ഥിച്ചാൽ അത് കിട്ടുമോ, നമ്മൾ നോക്കേണ്ടതില്ല, നമ്മളോട് ചെയ്യാൻ പറഞ്ഞു. ദുആ ഉൽ ഹുസ്നി വൽ ഹം, ദുഃഖങ്ങളുണ്ടോ പ്രാർത്ഥിക്ക്, പ്രയാസങ്ങളുണ്ടോ വേദനകളുണ്ടോ പ്രാർത്ഥിക്ക്, കടങ്ങളുണ്ടോ പ്രാർത്ഥിക്ക്. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച കടം മാറുമോ? അത് അള്ളാഹ് ഏറ്റെടുത്തതാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ദുഃഖം മാറുമോ? അത് റബ്ബ് ഏറ്റെടുത്തതാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇന്ന് ഒരു പ്രയാസവും എനിക്കുണ്ടാവുകയില്ല, അത് അള്ളാഹ് ഏറ്റെടുത്തതാണ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുക. അള്ളാഹു അവൻ വാക്കുപാലിക്കുന്നവനാണ്, കരാറ് പാലിക്കുന്നവനാണ്. റബ്ബിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ഖുതുബകളിൽ വിശദമായിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.